നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. എക്സ് എന്ന് പറയുന്നത് നമ്മൾ ബൈവേരിയേറ്റ് റാൻഡം വേരിയബിളിന്റെ കേസ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസിലുള്ള ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായി. അതുപോലെ തന്നെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനും അതുപോലെ ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ റാൻഡം വേരിയബിൾ എന്ന് പറയട്ടെ എക്സ് ദി വാല്യൂ എ പെർട്ടിക്കുലർ ഇന്റർവെൽ ആയിരിക്കും. എക്സ് belongs to a particular interval AB and Y belongs to a particular interval CD ആയിരിക്കും. അതായത് ഒരു സാമ്പിൾ സ്പേസിലെ ഒരു എലമെന്റിന് അല്ലെങ്കിൽ ഒരു ഇവന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് വാല്യൂ, അത് നമ്മൾ ബൈവേരിയേറ്റ് ഡിസ്ക്രീറ്റ് കേസിൽ നമ്മൾ പഠിച്ചതാണ്. അതേ ഫോമിൽ തന്നെയാണ് ഇവിടെ ബൈവേരിയേറ്റ് ഡിസ്ക്രീറ്റിന്റെ ഫോമിൽ ആ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആയിട്ടുള്ള എക്സും വൈയും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇന്റഗ്രേഷൻ റീജിയൻ എന്ന് പറയുന്നത് രണ്ട് റാൻഡം വേരിയബിൾ ഉണ്ടാവും. അതായത് എക്സും വൈയും. എക്സിന്റെ ലിമിറ്റ് ഒരു പെർട്ടിക്കുലർ എ ബി ആണ്, ഇന്റർവെൽ എ ബി ആണ്. വൈന്റെ ഇതെന്ന് പറയുന്നത് റാൻഡം വേരിയബിളിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു സി ടു ഡി ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ കൺസിഡർ ചെയ്യുക, വൈ എന്ന് പറയുന്നത് വൈ ആക്സിസിൽ കൺസിഡർ ചെയ്താൽ ഇവിടെ ഇന്റഗ്രേഷൻ ഈ ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഫോമിലാണ് വരിക. അതായത് എ ടു ബി സി ടു ഡി, അതായത് ഈ ഒരു റീജിയൻ ആണ് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. ഒരു റെക്ടാങ്കുലർ റീജിയൻ, അതായത് 2 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ആയിട്ടുള്ള ഒരു ആർ സ്ക്വയർ സബ്സെറ്റ് ആയിട്ടുള്ള ഈ ഒരു എക്സിന്റെയും വൈന്റെയും റേഞ്ചിൽ വരുന്ന ആ റീജിയൻ ആണ് നമ്മൾ ഇന്റഗ്രേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബൈവേരിയേറ്റ് റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ആയിട്ട് ഈ റെക്ടാങ്കിളിനുള്ളിലുള്ള വാല്യൂസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മൾ പഠിക്കുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിലുള്ള ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ ആണ്. അതായത് സാമ്പിൾ സ്പേസിലെ ഒരു ഇവന്റിന് അല്ലെങ്കിൽ ഒരു എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് പ്രോപ്പർട്ടി എക്സും വൈയും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ. എക്സും വൈയും കണ്ടിന്യൂസ് ആണെങ്കിലാണ് അതിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷനെ പറയുന്ന പേരാണ് ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ ഡിസ്ക്രീറ്റ് ആകുന്ന കേസിൽ എന്തായിരുന്നു? ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ്. ഇവിടെ വരുന്നത് ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. ഡെഫിനിഷൻ എഴുതിക്കോ. ഡെഫിനിഷൻ ഇതാണ്: two continuous random variable x and y are said to be joint continuous if for any subset capital A of the plane R square which corresponds to some event
which corresponds to some events ഡബിൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പി ഓഫ് അതിൻ്റെ പ്രോബബിലിറ്റി ആണ് എക്സ് വൈ ബിലോങ്സ് ടു എ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. നമ്മൾ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ബൈവേരിയേറ്റ് ഡിഫൈൻ ചെയ്തത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ എന്ന് ഡിഫൈൻ ചെയ്തില്ല. അതുപോലെ ഇവിടെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇന്റഗ്രലാ വരിക. ഡബിൾ ഇന്റഗ്രൽ ഓവർ എ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. എന്നിട്ട് എഴുതിക്കോ വേർ എഫ് ഓഫ് എക്സ് വൈ ഈസ് എ റിയൽ വാല്യൂഡ് നോൺ നെഗറ്റീവ് ആൻഡ് integrable in the entire plane. താഴെ എഴുതിക്കോ F is called joint probability density of the distribution. F is called joint probability density function of the distribution. F is called joint probability density, PDF ന്നും പറയും, density function of the distribution. Joint probability function of the distribution. ഒന്നുമില്ല, ഒരു സാമ്പിൾ സ്പേസിലെ ഒരു ഇവന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് റാൻഡം വേരിയബിള്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിള് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബൈവേരിയേറ്റ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിള്. അതിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ്, ജോയിന്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ് ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അങ്ങനെയുള്ള ആ ഫംഗ്ഷൻ എഫിന് പറയുന്ന പേരാണ് ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. താഴെ എഴുതിക്കോ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ പ്രൊവൈഡഡ്. എന്തായിരുന്നു പ്രോബബിലിറ്റി ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി? പ്രോബബിലിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി മാസ് ഫംഗ്ഷന്റെ അതേ കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ കണ്ടിന്യൂസ് എന്നുള്ള കേസ് മാത്രമേ ഉള്ളൂ. അവിടെ ഡിസ്ക്രീറ്റ് ആണ് നമ്മൾ പഠിച്ച്, ഇവിടെ കണ്ടിന്യൂസ്. എന്തായിരുന്നു പ്രോബബിലിറ്റി പ്രോപ്പർട്ടി? പ്രോബബിലിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി രണ്ട് പ്രോപ്പർട്ടി അല്ലേ നമ്മൾ പഠിച്ചത്? പ്രോബബിലിറ്റി ഫംഗ്ഷന്റെ മെയിൻ ആയിട്ടുള്ള എന്തൊക്കെയായിരുന്നു അത്? പ്രോബബിലിറ്റിന്റെ പ്രോപ്പർട്ടി പി ഓഫ് എക്സ് ഒരു പ്രോബബിലിറ്റി ആണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? സമ്മ് 1ഉം അതെപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ സം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സം ആയതുകൊണ്ട് നമ്മൾ ഇന്റഗ്രൽ ആണ് യൂസ് ചെയ്യുക. പ്രൊവൈഡഡ് ജോയിന്റ് പ്രോബബിലിറ്റി ആണ് എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു ഒരു പെർട്ടിക്കുലർ റീജിയൻ ആയിരിക്കും. ബിലോങ്സ് ടു എ. സെക്കൻഡ് വൺ കണ്ടിന്യൂസ് സം ആയതുകൊണ്ട് ഇന്റഗ്രൽ ആണ് യൂസ് ചെയ്യുക. മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി minus infinity to plus infinity f of xy dx dy equal to 1. അപ്പോൾ വേറെ ഒരു പ്രോപ്പർട്ടിയാണ് പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി സി ലെസ് ദാൻ വൈ ലെസ് ദാൻ ഡി ആണെങ്കിൽ ഇതിന്റെ പ്രോബബിലിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം: എ ടു ബി സി ടു ഡി
എഫ് ഓഫ് എക്സ് വൈ. ഈ എ ടു ബി എന്ന് പറയുന്നത് എക്സിന്റെ ലിമിറ്റ് ആണ്, സി ടു ഡി എന്ന് പറയുന്നത് വൈന്റെ ലിമിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർഡർ ചെയ്താൽ ഡി വൈ ഡി എക്സ്. എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ 1 ആയിരിക്കും. പിന്നെ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി കൊമ സി ലെസ് ദാൻ y less than d equal to integral a to b c to d f of xy dy dx. Next, cumulative distribution function or distribution function. Cumulative distribution function or distribution function. ഇതിനെ സി ഡി എഫ് എന്നും പറയും കേട്ടോ. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് സി ഡി എഫ് എന്നും പറയും. സി ഡി എഫ് ഡിനോട്ട് ചെയ്യുന്നത്, ക്യുമുലേറ്റീവ് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ്, നമ്മൾ 1 വേരിയബിളിന്റെ കേസിൽ ഡിഫൈൻ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ 2 വേരിയബിൾ വരുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ വൈ ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു വൈ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. അതായത് നമ്മള് 1 വേരിയബിളിന്റെ കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാണ് ഡിഫൈൻ ചെയ്തത്. അതുപോലെ തന്നെയാണ് 2 വേരിയബിൾ വരുമ്പോൾ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സും ഒരു 2 വേരിയബിൾ ഉണ്ടാവും, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ഇവിടെ എക്സും മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് വരെയാണ് എക്സിന്റെ ലിമിറ്റ്. അതായത് എക്സിന്റെ പരമാവധി ലിമിറ്റ്, ക്യാപിറ്റൽ എക്സിന്റെ പരമാവധി ലിമിറ്റ് സ്മോൾ എക്സ് വരെ പോകാൻ പാടുള്ളൂ. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് മൈനസ് ഇൻഫിനിറ്റി ടു വൈ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് വരും. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സും സ്മോൾ എഫ് ഓഫ് എക്സും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? സ്മോൾ എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരുന്നു. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിരുന്നു. സ്മോൾ എഫ് ഓഫ് എക്സിനെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന്റെ ഫോമിൽ എങ്ങനെയായിരുന്നു എഴുതിയേ? സ്മോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഓർമ്മയില്ല ആർക്കും? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സും സ്മോൾ എഫ് ഓഫ് എക്സും തമ്മിലുള്ള റിലേഷൻ സ്മോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഓർമ്മയില്ല? അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന് ക്യുമുലേറ്റീവിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഫോമിൽ ഇങ്ങനെ എഴുതാം: സ്മോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അതുപോലെ ബൈവേരിയറ്റിന്റെ കേസിൽ ഈ എഫ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് അല്ല എഫ് എന്ന് കൊടുത്താൽ മതി. എഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് വൈനെ ഇങ്ങനെ എഴുതാം: എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു, ഇവിടെ 2 വേരിയബിൾ ആണ്, അപ്പം ഇവിടെ 1 വേരിയബിൾ ആയതുകൊണ്ടാണ് ഓർഡിനറി ഡെറിവേറ്റീവ് വന്നത്.
ടു വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് വരിക. അപ്പോൾ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് ഡോ വൈ ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ക്യാപിറ്റൽ എഫ്. സ്മോൾ എഫ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. സ്മോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു രണ്ട് വേരിയബിളിന്റെ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വരുന്നത്. ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു എ. Next, marginal distribution function. Marginal distribution function. നമ്മള് ഡിസ്ക്രീറ്റിന്റെ കേസിൽ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സും വൈയും ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്? എഫ് എക്സ് ഓഫ് എക്സ് എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തത്? ഡിസ്ക്രീറ്റിന്റെ കേസിലെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ഡിസ്ക്രീറ്റ് അറിയാണെങ്കിൽ കണ്ടിന്യൂസും അതേ ടൈപ്പ് തന്നെയാണ്. അവിടെ സിഗ്മക്ക് പകരം ഇന്റഗ്രൽ വരുന്ന എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു എഫ് എക്സ് ഓഫ് എക്സ്? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് പറഞ്ഞേ. സിഗ്മ ഓവർ വൈ പി ഓഫ് എക്സ് വൈ ആണ്. സിഗ്മ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ പി ഓഫ് എക്സ് വൈ. ഇങ്ങനെയാണ് ഡിസ്ക്രീറ്റിന്റെ കേസിൽ എഫ് എക്സ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തത്. ഇവിടെ എഫ് എക്സ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് സിഗ്മ ഓവർ വൈ ആണ്. അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരിക്കും. എഫ് ഓഫ് എക്സ് വൈ ഡി വൈ. അതുപോലെ എഫ് ഐ ഓഫ് വൈ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ്. എഫ് എക്സ് ഓഫ് എക്സ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഡി വൈ ആണ്. എഫ് ഐ ഓഫ് വൈ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണ്. എഴുതിക്കോ. സപ്പോസ് എക്സ് ആൻഡ് വൈ ആർ ജോയിന്റ് കണ്ടിന്യൂസ് random variable with its joint probability density function f. Then fx of x equal to the marginal probability density function of x equal to fx of x equal to marginal probability density function of x equal to ഈ രണ്ട് ഫോർമുല എഴുതി വെച്ചോ. മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണ്. എഫ് എക്സ് ഓഫ് എക്സ് സിഗ്മ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ. എഫ് ഐ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് എഫ് ഐ ഓഫ് വൈ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. ഇന്റഗ്രൽ ഓഫ് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ. അതായത്
ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ -∞ ടു എക്സ് എഫ് എക്സ് ഓഫ് എക്സ് ഡി എക്സ്. അതുപോലെ ക്യുമുലേറ്റീവ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇന്റഗ്രൽ -∞ ടു വൈ എഫ് വൈ ഓഫ് വൈ ഇൻറ്റു ഡി വൈ. അതായത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ -∞ ടു എക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ആണ്. ഇവിടെ എഫ് ഓഫ് എക്സിൻ ജോയിന്റ് പ്രോബബിലിറ്റിന്റെ അകത്ത് എക്സിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നതാണ് മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സ്. അതുകൊണ്ടാണ് അതങ്ങനെ വന്നത് എഫ് എക്സ് ഓഫ് എക്സ് വന്നത് ഡി എക്സ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ്. അതുപോലെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ പി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആ വരുക. അപ്പോൾ ഇന്റഗ്രൽ -∞ ടു വൈ എഫ് ഓഫ് എക്സ് വൈ എഫ് വൈ ഓഫ് വൈ ഡി വൈ വരും. നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ്. എക്സും വൈയും രണ്ട് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇങ്ങനെ എഴുതാൻ പറ്റും, എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഓഫ് വൈ ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ പഠിച്ചത് ബൈവേരിയേറ്റ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണ്? ബൈവേരിയേറ്റ് റാൻഡം വേരിയബിളിന്റെ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി, സിഗ്മ ഓവർ ഡബിൾ ഇന്റഗ്രൽ ഓവർ എ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. അത് ജോയിന്റ് ആയിട്ടാണ് തരുക, എക്സിന്റെയും വൈന്റെയും കൂടിയാണ് ഒരുമിച്ച്, റാൻഡം വേരിയബിളിന്റെ ഒരുമിച്ചാണ് പ്രോബബിലിറ്റി തരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി ആണ് എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ അതിന്റെ -∞ ടു +∞, -∞ ടു +∞, എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ 1 ആയിരിക്കും. പിന്നെ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി സി ലെസ് ദാൻ വൈ ലെസ് ദാൻ ഡി നെ നമുക്ക് ഇങ്ങനെ പ്രോബബിലിറ്റി യൂസ് ചെയ്തിട്ട് ഡെഫിനിഷൻ വെച്ച് ഇങ്ങനെ എഴുതാം, എ ടു ബി സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. പിന്നെ പഠിച്ച ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, 2 വേരിയബിൾ ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് വൈ ഉണ്ട്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഇന്റഗ്രൽ -∞ ടു എക്സ് -∞ ടു വൈ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. നെക്സ്റ്റ് പറഞ്ഞത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷനും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ ആണ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് ഡോ വൈ ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. പിന്നെ പറഞ്ഞത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഓഫ് എക്സ് ആണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് -∞ ടു +∞, എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ആണ്. എഫ് വൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ ആണ്. ഡിഫൈൻ ചെയ്യുന്നത് -∞ ടു +∞, എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ആണ്. നെക്സ്റ്റ് ഉള്ളത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, -∞ ടു +∞, ടു എക്സ് എഫ് എക്സ് ഓഫ് എക്സ് ഡി എക്സ്. അതുപോലെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ -∞ ടു വൈ എഫ് ഐ ഓഫ് വൈ ഇൻറ്റു ഡി വൈ എഴുതാം. പിന്നെ രണ്ട് വേരിയബിൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഐ ഓഫ് വൈ എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. പ്രോബ്ലം എഴുതിക്കോ. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്.
The joint probability density function of the continuous random variable x and y is given by f of xy equal to kxy 0 less than x less than 4, 1 less than y less than 5, equal to 0 otherwise. Find k. Second question, the marginal distribution of x and y. Third one, p of x greater than or equal to 3, y less than or equal to 4. Fourth one, probability of x plus y less than 3. Fifth one, check whether x and y are independent. Question എന്താണ്? The joint PDF of a continuous random variable x and y is given by f of xy equal to kxy. X ranges to 0 to 4, y ranges to 1 to 5, equal to 0 otherwise. Find k. Next കണ്ടുപിടിക്കണം marginal distribution of x and y. Next p of x greater than or equal to 3, y less than or equal to 4. Next p of x plus y less than 3. Next check whether x and y are independent. ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കെന്റെ വാല്യൂ ജോയിന്റ് പ്രോബബിലിറ്റിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. എന്തായിരുന്നു? -∞ to +∞, -∞ to +∞, f of xy dx dy equal to 1 ആണ്. അപ്പോൾ എക്സിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 4 ആണ്, വൈന്റെ ലിമിറ്റ് 1 to 5 ആണ്. അപ്പം 0 to ആണ് x 0 to 4, y equal to 1 to 5. f of xy എന്ന് പറഞ്ഞാൽ kxy ആണ്. kxy ഓർഡർ എങ്ങനെ വരും? ഏതാണോ ഉള്ളിലുള്ള ഇന്റഗ്രൽ അതിന്റെ ഓർഡർ ഫസ്റ്റ് വരും. dy dx ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിനകത്ത് k കോൺസ്റ്റന്റ് ആണ്, നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഇങ്ങനെ ഇന്റഗ്രലിനുള്ളിൽ പ്രൊഡക്റ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാം. ഇന്റഗ്രൽ എക്സിന്റെ കൂടെ കൊടുക്കാം. x ഈക്വൽ ടു 0 to 4 x dx പ്ലസ് അങ്ങനെ പ്രൊഡക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ മാത്രമേ ഇങ്ങനെ കൊടുക്കാൻ പറ്റൂ. k എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അതിനെ ഔട്ട് സൈഡിൽ വെക്കാം. y ഈക്വൽ ടു 1 to 5 y dy ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഉള്ളിലുള്ള ഫംഗ്ഷൻ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇന്റഗ്രല് സെപ്പറേറ്റ് തന്നെ എക്സ് ഡി എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡയറക്റ്റ് ചെയ്യുക, അതുപോലെ ഡി വൈന് വിത്ത് റെസ്പെക്ട് ടു വൈ ഡയറക്റ്റ് ഇൻറ്റു ചെയ്തിട്ട് എഴുതാം. ഈക്വൽ ടു 1 ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രല് x²/2 ആണ്, റേഞ്ചസ് ടു 0 to 4 ഇൻറ്റു വൈന്റെ ഇന്റഗ്രല് y²/2 റേഞ്ചസ് ടു 1 to 5, which is equal to 1 ഉണ്ട്. അപ്പോൾ k ഇൻറ്റു അപ്പർ ലിമിറ്റ് 4 കൊടുത്താൽ 16 ഡിവൈഡഡ് ബൈ 2 -0 വരും. ഇൻറ്റു ഇവിടെ ലോവർ അപ്പർ ലിമിറ്റ് കൊടുത്താൽ 5² 25/2 -1/2 ഈക്വൽ ടു 1 വരും. ഇറ്റ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു 16/2 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇതിന്റെ രണ്ടിന്റെ ഡിനോമിനേറ്ററും സെയിം ആണ്. അപ്പൊ 24/2 വരും. 24/2 എന്ന് പറഞ്ഞാൽ 12 ഈക്വൽ ടു 1, which implies 96k equal to 1 implies k equal to 1/96.
ക്ലിയർ അല്ലേ? മനസ്സിലായിട്ടില്ലേ? മനസ്സിലായിട്ടില്ലേ? അടുത്തത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആണ്. എക്സും വൈയും ആണ്. അപ്പോൾ എഫ് എക്സ് ഓഫ് എക്സും എഫ് വൈ ഓഫ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കെന്റെ വാല്യൂ കിട്ടി. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈനെ ഇങ്ങനെ മാറ്റി എഴുതാം. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു കെന്റെ വാല്യൂയോടെ ഇട്ട് കൊടുക്കുക. എന്തായിരുന്നു? എക്സ് വൈ ബൈ കെ എക്സ് വൈ ആണ്. എക്സ് വൈ ബൈ 96. 0 less than x less than 4, 1 less than y less than 5, 0 otherwise. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് എക്സ് ഓഫ് എക്സ് ആണ്. അതായത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഓഫ് എക്സ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്, എഫ് എക്സ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: -∞ to +∞ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ആണ്. അപ്പൊ -∞ to +∞ എന്ന് പറഞ്ഞാൽ വൈന്റെ ലിമിറ്റ് ആണ് നോക്കേണ്ടത്. വൈന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 to 5 ആണ് തന്നത്, ക്വസ്റ്റിനകത്ത് തന്നത്. അപ്പൊ ഇന്റഗ്രൽ 1 to 5 എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഡിവൈഡഡ് ബൈ 96 ഡി വൈ. വിത്ത് റെസ്പെക്ട് ടു വൈ ആ ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പം എക്സ് കോൺസ്റ്റന്റ് ആണ്. എക്സിനെ ഇന്റഗ്രലിനെ പുറത്തെടുക്കുക. എക്സ് ഡിവൈഡഡ് ബൈ 96ഉം കോൺസ്റ്റന്റ് ആണ്, അതിനെ ഔട്ട് സൈഡിൽ എടുക്കുക. ഇന്റഗ്രൽ 1 to 5 വൈ ഡി വൈ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 96 ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2. 1 to 5 which is equal to x by 96 into 25 minus 1 by 2 വരും, equal to 24 by 96 into 2. ഇത് ക്യാൻസൽ ചെയ്യാം, 12 വരും. ക്യാൻസൽ ചെയ്യാൻ പറ്റും. ട്വൽവും ഇതും ക്യാൻസൽ ചെയ്താൽ 8 വരും. അപ്പൊ എക്സ് ബൈ 8 ആൻസർ വരും. അതുപോലെ എഫ് ഐ ഓഫ് ഐയും വരും. എഫ് ഐ ഓഫ് ഐ നിങ്ങൾ ഹോംവർക്കായി ചെയ്തു. എഫ് ഐ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ -∞ to +∞ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് ആണ്. അപ്പോൾ -∞ എക്സിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 to 4 ആണ്. 0 to 4 കെ ബൈ കെക്ക് വാല്യൂ ഇട്ട് കൊടുത്തിന് എക്സ് വൈ ഡിവൈഡഡ് ബൈ 96 ഇൻറ്റു ഡി എക്സ് വരും. അത് ഹോംവർക്കാണ്. ബാക്കി രണ്ടും ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ടൈം ആവാറായി. ഓക്കെ, അറ്റൻഡൻസ്. അക്ഷയ് present miss. അഞ്ജന present miss. ശ്രീ present miss. present miss. അശ്വിൻ Present miss. ഡൊമിനിക് Present miss. ഷീസ് ആദിൽ Present miss. റോഷ്നി Present miss. ആദിൽ കേട്ടിന്. ഷാരോൺ Present miss. വിഷ്ണു Present miss. വൈഷ്ണവ് ആബ്സെന്റ് ഈസ് ഷീസും വൈഷ്ണവ്. ഓക്കെ,